ഹെൽത്ത് സെന്ററിൽ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല കവർന്നു മുങ്ങിയ 2 യുവതികളെ പിടികൂടി പോലീസ്. ചെന്നൈ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് സ്വദേശികളായ മഞ്ജസ്, ദീപിക എന്നിവരെയാണ് താനൂർ പോലീസ് പിടികൂടിയത്. താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സക്കായി എത്തിയ എടക്കടപ്പുറം സ്വദേശിനിയുടെ കുട്ടിയുടെ സ്വർണമാലയാണ് ഇവർ കവർന്നത്. കഴിഞ്ഞ മാസം 29-ന് രാവിലെ 10:45-നായിരുന്നു സംഭവം. ഡോക്ടറെ കാണാൻ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിലെത്തിയ സ്ത്രീയുടെ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് തന്ത്രപൂർവ്വം 1 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്ന് മൂവുകയായിരുന്നു. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ആശുപത്രിയിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. സമാനമായി മാർച്ച് 29-ന് 11:30 തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ OPയിൽ വരി നിന്ന മുന്നിയൂർ പാറേക്കാവ് സ്വദേശിനിയുടെ തോളത്ത് ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ കഴുത്തിലെ 1 പവൻ സ്വർണമാലയും അപഹരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകളെ നിരീക്ഷിച്ചു വന്നിരുന്നു. പണം ഞങ്ങൾ തരും. തുടർന്നാണ് ദൃശ്യങ്ങളിൽ കാണുന്ന സ്ത്രീകളുമായി സാമ്യമുള്ള തമിഴ്നാട്ടുകാരായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താനൂർ DYSP P പ്രമോദിന്റെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ ടോണി J മാറ്റം, താനൂർ സബ് ഇൻസ്പെക്ടർ NR സുജിത്ത്, സലേഷ്, ഷാക്കിർ, ലിബിൻ, നിഷ, രേഷ്മ, പ്രബീഷ്, അനിൽ എന്നിവരടങ്ങിയ പോലീസ് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി ജയിലിൽ റിമാൻഡ് ചെയ്തു. ഇരുവരും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിൽ സ്വർണം മോഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. ഇത്തരത്തിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് തമിഴ്നാട് സ്വദേശികൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ഇവർ പ്രധാനമായും കുട്ടികളെയാണ് ഉന്നം വെക്കുന്നതെന്നും നാട്ടുകാരും പറയുന്നുണ്ട്. ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ എത്തിയവരെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ മോഷണ ശ്രമം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.